ഓർഗാനിക് തക്കാളി. ഹായ് ഹലോ, നമ്മളിന്ന് പോകുന്നത് കടലുണ്ടി ഭാഗത്തേക്കാണ് കേട്ടോ. നമ്മൾ കൃഷിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൻ്റെ സെക്കൻഡ് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്ന പച്ചക്കറി കൃഷി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് അവരുടെ മകൻ്റെ മക്കളെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പാടത്തേക്ക് പോകുന്നത്. എവിടെ സിസ്റ്റർ ഹസ്ബൻഡാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്, അവരുടെ പാടാണിത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാനായിട്ടാണ് ഇന്ന് കാശിയും ശിവാനിയും ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. അവർ ICSE സിലബസാണ് കേട്ടോ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു പ്രകൃതിയുമായിട്ട് അടുത്തിട്ടുള്ള ഈ ഒരു നോളജും കൂടി കൂടുമ്പോൾ അവർക്ക് ശരിക്കും ഒരു മുതൽക്കോട്ടാണ്. അവിടെ ചെന്ന പാടെ ഞങ്ങൾ ആദ്യം തന്നെ കണ്ടത് ഈ തക്കാളി തൈൻ്റെ ചെടികളാണ് കേട്ടോ. മുൻഭാഗത്തായിട്ട് ഫസ്റ്റ് റോയിൽ ഫുൾ തക്കാളി തൈകളാണ്. അതിൽ നിറച്ചും തക്കാളി കായ്ച്ച് നിൽപ്പുണ്ട്. ചിലതൊക്കെ നല്ല പഴുത്ത് റെഡ് കളറായി നിൽക്കുന്നുണ്ട് കേട്ടോ. പച്ചക്ക് കഴിപ്പുണ്ട്. പച്ച പറിക്കാനായിണോ? പൊട്ടിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി നാടൻ കക്കിരി. മോനാട്ടിൻ്റെ കൃഷീൻ്റെ ആദ്യത്തെ കക്കിരിയും കഴിക്കണം അല്ലേ? ശിവാനി വാ. പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മത്തൻ്റെ വള്ളികൾ കാണാം. അതിൽ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് മത്തൻ ഉണ്ടായി നിൽപ്പുണ്ട്. അപ്പോൾ മത്തന്നെ ചൂട് തട്ടാതിരിക്കാനായിട്ട് വാഴേൻ്റെ ഒരു വാഴയിൽ ഉണങ്ങിയതൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചില സ്ഥലത്ത് പട്ടേൻ്റെ ഒരു പാള വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ചൂടായിരിക്കും. കുറേ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ദൂരത്തൊക്കെ ഉണ്ട്. ഇതൊരു കുഞ്ഞ് മത്തൻ ഉണ്ടായി വരുന്നതാണ്. അങ്ങോട്ട് കഴിഞ്ഞും കുറേ മത്തന് കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ, പാടത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ. അപ്പം നല്ല വലിപ്പമുള്ള സൈസും ഉണ്ട്. ഇനി അവിടെ പറമ്പിലായിട്ട് മോനേട്ടൻ്റെ വാഴക്കൃഷിയാണ് ആ ദൂരത്തായിട്ട് കാണുന്നത്. അത് ഒരുവിധമൊക്കെ നേന്ത്രവാഴയാണെന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ചക്ക, സൂപ്പർ വെളിയുടെ ചക്ക കായ്ച്ച് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ നേന്ത്രക്കൊലയാണ്. ഒരുപാട് പടലുണ്ടായിട്ടുണ്ട്. സാധാരണ നേന്ത്രക്കായ ഉണ്ടാവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല ശ്രദ്ധയോടുകൂടി നോക്കിയാൽ മാത്രമേ നേന്ത്രക്കായ നന്നായിട്ട് വളർന്നു കിട്ടുള്ളൂ. മോനായിട്ട് ചെറുപ്പം മുതൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് കൃഷി ഓഫീസുമായിട്ട് നല്ല ബന്ധമാണ് കേട്ടോ. ഓർഗാനിക് ഫാമിംഗ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഒരുപാട് പേര് ഇത് വാങ്ങാനായിട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് മോനേട്ടൻ. പച്ചക്കറികളും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. നല്ല ഫ്രഷ് പച്ചക്കറിയാണല്ലോ അവർക്ക് കിട്ടുക. അപ്പോഴേക്കും ഇതാ പേട്ടനും മക്കളും കൂടി മാങ്ങ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ജയശ്രീച്ചി പറഞ്ഞതാണ് അവിടെ ഒരുപാട് മാവുണ്ട്, അപ്പം ഒരുപാട് മാങ്ങയൊക്കെ വീണ് പോവുക ചെയ്യുക, അപ്പോൾ നിങ്ങൾ വരുമ്പം മാക്സിമം പറിച്ച് വരണം എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ടൊരു പൈനാപ്പിൾ ചെടിയിൽ കുറേ പൈനാപ്പിൾ കാണാം. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ കുറേ ഒക്കെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഭാഗം കാണാമെന്നാണ് പറഞ്ഞത്. ഈ കാണുന്നതൊക്കെ പച്ചമുളകിൻ്റെ ചെടിയാണ് കേട്ടോ. അപ്പം ദൂരത്തായിട്ട് എല്ലാ മാവിലെ മാങ്ങകളും പോയി പറിക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി. ഈ പറമ്പിൻ്റെ ഓരോ ഭാഗത്തായിട്ട് കുറേശ്ശെ പച്ചമുളകിൻ്റെ തൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാ ലാത്തിച്ചക്ക. അങ്ങനെ പയറ് കുറേ മുമ്പ് വിതച്ചതായതുകൊണ്ട് ഒരുവിധമൊക്കെ കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ പറിച്ചു രാവിലെ. അതുകൊണ്ട് ഇന്നത്തെ ഉപ്പേരി പയറാണ്. ഇത് നമ്മുടെ കുമ്പളത്തിൻ്റെ വള്ളിയാട്ടോ. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള കുമ്പളാണിത്. ഇതിൻ്റെ സൈസ് കണ്ടോ? മോനോട് നല്ലോണം നോക്കണോണ്ട് നല്ല വലിയ സൈസുള്ള കുമ്പളാണ്. അത്രയും വലിയ കുമ്പളത്. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ചീരാമുളകിൻ്റെ തൈയാണ്. ഇത് വേറൊരു വലിയ ചീരാമുളക്. അതുപോലെ തന്നെ പച്ചമുളക്, സാധാരണ പച്ചമുളക് ഇതിലൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. അപ്പുറത്തായിട്ട് വഴുതന കാണാം. നീളമുള്ള വഴുതനയാണത്. അപ്പോൾ ഇതൊക്കെയാണ് പച്ചക്കറി കൃഷി. പച്ചമുളക്, എൻ്റെ ചീരാമുളക് ഞാൻ പറിച്ചിട്ടുണ്ട് അവിടുന്ന്. നേരത്തെ നമ്മൾ അവിടുന്ന് കണ്ട മത്തനാണ് കേട്ടോ, അല്ല കുമ്പളാണ് കേട്ടോ. അത് വേറെ അതിലും കുറച്ചുകൂടി വലിപ്പമുള്ളൊരു കുമ്പളം കാണാം. ഈ ഭാഗത്ത് ഇവിടെയും ഉണ്ട് കേട്ടോ, ഈ ഭാഗത്തും കുമ്പളം. ഇത് വെള്ളേരിയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്.
അപ്പോൾ ഇനി അത് പടത്തേക്ക് പടർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെയിലുള്ള ഭാഗമാണ്, നന്നായിട്ട് വെള്ളരി ഉണ്ടാവും. ഇവിടെ കാണാനായിട്ട് പോകുന്ന വഴുതന തൈയാണ്. ഇതൊക്കെ വഴുതന തൈയാണ് കേട്ടോ. ഇതിൽ വഴുതനകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ വഴുതനയാണ്. കുറച്ച് വീണ്ടത് അതിനുള്ളിലായിട്ട് കായ്ച്ച നിൽപ്പുണ്ടതാ. വഴുതനേൻ്റെ പൂവാണ് കേട്ടോ അതൊക്കെ. കഴുങ്ങാൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്തിട്ട് അതാണ് ഇതിന് സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിവിടെ നല്ല വെയിലുണ്ട്. വഴുതനയ്ക്ക് അത്യാവശ്യം വെയിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല കായ ഉണ്ടാവും. പിന്നെ ഇവിടെ കുറച്ച് ചീര ഉണ്ട്. പിന്നെ ഇടയിലായിട്ട് പയറിൻ്റെ തൈ കുഴിച്ചിട്ടുണ്ട്. പയർ കായ്ച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ പയറാണ്, അത് കഴിച്ചിട്ടില്ല. ഇത് അവിടെ 3 കുമ്പളുണ്ട് നിൽക്കുക അടുത്തടുത്തായിട്ട്. എല്ലാം മുപ്പായുണ്ട് കേട്ടോ. മോനേട്ടന് കുമ്പളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും കുറേ പച്ചക്കറിയൊക്കെ ആയിട്ടാണ് വരിക മോനേട്ടൻ ജയശ്രീച്ചി. ചാണകം ഒരുക്കാനായിട്ട് ഇവിടെ കൊണ്ടിട്ടുണ്ട്. കൃഷിക്ക് ഏറ്റവും വലിയ വളം ആദ്യം ചാണകമാണല്ലോ, അപ്പോൾ അത് ഒരുക്കാനായിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ട് കുറേ ദിവസം മണ്ണായിട്ട് മിക്സായി കിടന്നതിന് ശേഷം അതെടുത്തിട്ട് വളമാക്കി ഉപയോഗിക്കും. പിന്നെ ഇതാ ഇവിടെ പപ്പായ മരം, പപ്പായേൻ്റെ മരം. ഇത് വലിയ പപ്പായ കേട്ടോ, അത്യാവശ്യം വലിയ വലിപ്പമുള്ള പപ്പായൻ്റെ സൂപ്പർ പപ്പായയാണ്. ഈ പയറിൻ്റെ വള്ളിയും നേരത്തെ കണ്ട കുമ്പളത്തിൻ്റെ വള്ളിയും കുറേ ഇവിടെയുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഓരോ പൂളക്കൊമ്പും നട്ടുകൊടുത്തിട്ടുണ്ട്. ഈ വാഴേൻ്റെ ഒക്കെ ഇടയിലായിട്ട് അതിൻ്റെ ഇടയിൽ വെണ്ണീരും ചാണകപ്പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി വരിക്ക് ചീര വെച്ചുകൊടുത്തിട്ടുണ്ട്, ചീരത്തൈ. ഇനി നമ്മൾ ഈ പാടത്തേക്കാണ് കേട്ടോ പോണ. അവിടെ എന്തൊക്കെയാണുള്ളത് നോക്കാം. അവിടെയാണ് ഇവരെല്ലാവരും ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ പടവലം ഉണ്ടായിട്ട് ചുരങ്ങ അതൊക്കെ പോയി കാണാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ അവിടെ പൈനാപ്പിൾ കണ്ടോ, ചെറുതാണ് ഉണ്ടായി വരുന്നുള്ളൂ. ഇവിടെ വരിക്ക് പൈനാപ്പിൾ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല നീളത്തിൽ ഒരുപാട് ദൂരം വരെ ഉണ്ട് കേട്ടോ. അത് ഒരുപാട് തൈ ഉണ്ടാവും ഇത്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന സമയത്തൊരു പൈനാപ്പിൾ തൈ ഉണ്ടല്ലോ, അത് കുറച്ച് ഉള്ളിലായിട്ട് നമ്മൾ പാടത്തേക്ക് കയറി വരുന്ന ഭാഗത്താണ്. ഇവിടെയാണ് ചുരങ്ങ ഉണ്ടായിട്ടുള്ളത്. ചുരങ്ങേൻ്റെ വലുപ്പം കണ്ടോ, നല്ല നീളത്തിലാണുള്ളത്. ഇത് പടവലം അതേപോലെ തന്നെ ഉണ്ടല്ലോ ചുരങ്ങ. സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ ചുരങ്ങയാണ് കിട്ടുക. ഇത് നല്ല പടവലം പോലെ നീളത്തിലുള്ള ചുരങ്ങയാണ് കേട്ടോ. ഇവരുടെ വീട്ടിൽ ആടും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ്, ആട്ടിൻകാട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഡംപ് ചെയ്തിടും. എന്നിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്, നല്ല വളം ഉള്ളതുകൊണ്ടാണ് ഈ പച്ചക്കറികളൊക്കെ നല്ല വലിപ്പമുള്ളത്. നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പം വെയിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അധികം കാണാനായിട്ട് നിൽക്കുന്നില്ല. ഇനി ഇവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. മഴ ഇതായിട്ട് തന്നെ നിങ്ങൾ മത്തം പറിക്കാം. അത് കൂടെ പോകേണ്ടി വരും അല്ലേ? കുമ്പളല്ലേ? അല്ല മത്തൻ. മോനേട്ടതാ മത്തം പറിക്കാനായിട്ട് വന്നതാണ് ഈ ഭാഗത്തേക്ക്. മത്തൻ ആദ്യത്തെ മത്തനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ചും കൂടി മൂപ്പാവാനുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പറിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് പച്ചക്കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല അധ്വാനം ഉണ്ട് കേട്ടോ. അപ്പോൾ മോനേട്ടൻ്റെ വർക്കിംഗ് ടൂൾസാണ് കേട്ടോ അതൊക്കെ, കൈക്കോട്ടും മുൾക്കൈക്കോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ മണ്ണ് നല്ലോണം കിളച്ചിളക്കി കഴിഞ്ഞാലേ നമുക്ക് പച്ചക്കറിക്ക് നല്ല വയരോട്ടം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം അല്ലേ. നമ്മൾ കുറച്ച് പച്ചക്കറി ആണെങ്കിലും ഉണ്ടാക്കാനായിട്ട് നല്ല മെനക്കെടുണ്ട്. കയ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് എത്ര പേർക്ക് ഇതുപോലെ ഫ്രഷ് പച്ചക്കറികൾ കഴിക്കാനായിട്ട് കിട്ടലുണ്ട്. ഒരിക്കലും ഇങ്ങനെയുള്ള പച്ചക്കറികൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ വാങ്ങുന്ന പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. മണ്ണിളക്കി കൊടുത്തതാണ്. ഞാൻ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വയലിലേക്ക് വരും. വരുമ്പോൾ അവിടെ നിന്നുള്ള കോഴീൻ്റെ ആടിൻ്റെ ഒക്കെ വേസ്റ്റ് ആയിട്ടാണ് രാവിലെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കോഴി ആടൊക്കെ. പിന്നെ ഇവിടേക്ക് വരിക. ഇവിടെ വന്ന് പിന്നെ പച്ചക്കറി ചുറ്റും നോക്കി കായ് പറിക്കാനുള്ളതൊക്കെ പറിച്ച് സെയിൽ ചെയ്ത് എന്ന ശേഷം നനച്ച് പിന്നെ ആടൊക്കെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോവാം. പോകുമ്പോൾ ഒരു 11 മണിയാവും. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് വീണ്ടും ഇറങ്ങും. ഞാൻ എൻ്റെ ദിവസമുള്ള പരിപാടി. ഇത് വരിക്ക് വെള്ളേരിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ തന്നെ വെണ്ടക്ക തൈയുണ്ട് ഓരോന്ന് വിട്ടിട്ട്. ഇതൊരു നാട്ടുമാവാണ് കേട്ടോ. നാട്ടുമാവിൽ മാങ്ങകൾ ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് പോവുകയാണ്. ഈ ഭാഗത്തായിട്ട് കുറേ പേരക്ക തൈ ഉണ്ട് കേട്ടോ. കുറച്ച് അപ്പുറത്തേക്കായിട്ട് കുറേ പേരക്ക കായ്ച്ച് നിൽക്കുന്നുണ്ട്. നനയ്ക്കാനുള്ള വെള്ളം ഇവിടെ നിന്ന് എടുക്കണോ?
അപ്പുറത്തായിട്ട് കാണുന്നതും ഇവരുടെ പറമ്പ് തന്നെയാണ് കേട്ടോ. അവിടെയാണ് കിണറും അതിൻ്റെ പമ്പ് ഹൗസും ഒക്കെ ഉള്ളത്. എവിടെയാണ് പമ്പ് ഹൗസ്? ഇവിടെയും കുറേ വാഴക്കൃഷി ഉണ്ട് കേട്ടോ. ഞാനിപ്പൂവനാന്ന് തോന്നുന്നു. ഇതാണ് നനയ്ക്കുന്ന പമ്പ് ഹൗസ്. കണ്ടോ? ഓ, വീഡിയോ ക്ലിയറായിട്ട് കാണാം. ഈ കിണറിന്നാണ് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുന്നത് അല്ലേ? ഇതാണ് പമ്പ് ഹൗസ്. ഇതിൻ്റെ അകത്താണ് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറുള്ളത്. ഇതോ ഹോം സ്കൂളിൻ്റെ രീതിയിൽ ഇവർക്ക് വിത്ത് എങ്ങനെയാണ് മുളയ്ക്കുന്നത്, വളരുന്നത് എല്ലാം ഇവിടുന്ന് കാണാനായിട്ട് പറ്റുന്നത്. ശരിക്കും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ കൃഷിയെ പറ്റിയിട്ടുള്ള നോളേജ് വർദ്ധിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറേ ആടുകളും കോഴികളൊക്കെ ഉണ്ട്. ആടിന് കൊടുക്കാനുള്ള പുല്ലൊക്കെയാണ് ഈ അർബാനിൽ കയറ്റി വെച്ചിട്ടുള്ളത്. വിഷരഹിതമായിട്ടുള്ള ഇങ്ങനെയുള്ള പച്ചക്കറി കഴിക്കാൻ തന്നെ ഒരു ഭാഗ്യം വേണം അല്ലേ? ഓക്കേ. ഇപ്പൊ വാങ്ങിയതാ? കുറച്ച് ദിവസമായി ആണോ? വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആക്കി ചെയ്യാം. അത്രയും കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാനുണ്ട്. ഷോർട്സിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അത് വേറെ തന്നെ ഒരു ലോകമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡിൽ ചെയ്തു പോവാതെ നമുക്ക് സ്ലോ ആയിട്ടൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. കാശിയുടെ അച്ഛൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കാശിക്ക് ഒരു ക്യാമറയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശി അതിൽ അവന് ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.